ജാമ്യം നൽകിയിട്ടും പുറത്തിറങ്ങാൻ വൈകിയ ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയുടെ കടുത്ത ശകാരം. ബോബിയുടേത് നാടകമെന്നും തടവുകാർക്കൊപ്പം ജയിലിൽ ആസ്വദിക്കട്ടെ എന്നും കോടതിയുടെ വിമർശനം. ബോബി മാപ്പ് അപേക്ഷിച്ചെങ്കിലും കോടതി ചെവി കൊടുത്തില്ല. ജുഡീഷ്യറിയോടാണ് അദ്ദേഹം കളിക്കുന്നതെന്നും കോടതി പറഞ്ഞു. 1:45 കേസ് വീണ്ടും പരിഗണിക്കും. 12 മണിക്ക് തൃശൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം ബോബി 4 മണിയിലേക്ക് മാറ്റി. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, രൂക്ഷമായ ഭാഷയിലാണ് ബോബിക്കെതിരെ കോടതി ഇന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ കൃത്യമായ വിശദീകരണം ബോബി നൽകേണ്ടതുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? രാവിലെ 10 മണിക്ക് കോടതി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പരിഗണിച്ചത് ഈ വിഷയമാണ്. കടുത്ത വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. അതിനുശേഷം പിന്നീട് കൃത്യമായ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 12 മണിക്ക് തന്നെ വിശദീകരണം നൽകണം. അതായത് എന്തുകൊണ്ട് ഇന്നലെ റിലീസ് ഓർഡർ കിട്ടിയിട്ടും അത് ജയിലിൽ ഹാജരാക്കി അദ്ദേഹം പുറത്തിറങ്ങിയില്ല എന്ന കാര്യത്തിൽ ഒരു വിശദീകരണമാണ് കോടതിക്ക് വേണ്ടത്. അതെന്തുകൊണ്ട് നൽകുന്നില്ല എന്നതാണ് കോടതി വീണ്ടും 12 മണിക്ക് കേസ് പരിഗണിച്ചപ്പോഴും പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലൊരു കൃത്യമായ വിശദീകരണം കോടതിയെ ബോധ്യപ്പെടുത്താൻ അഭിഭാഷകർക്കോ അല്ലെങ്കിൽ ബോച്ചയ്ക്കോ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം നിരുപാധികം കോടതിക്ക് മുമ്പിൽ മാപ്പ് അപേക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ കോടതി വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും തരത്തിൽ ഇന്നലെ പരമാവധി വേഗത്തിൽ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടും എന്തുകൊണ്ട് 7 മണിക്ക് റിലീസ് ഓർഡർ ജയിലിൽ എത്തിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എന്നൊരു കാര്യമാണ് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നത്. ഒപ്പം തന്നെ കോടതി വീണ്ടും കടുത്ത ഭാഷയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെയും ചെയ്തികളെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തോട് വീണ്ടും 1:45 ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അഭിഭാഷകർ അദ്ദേഹത്തോട് നേരിട്ട് കാര്യങ്ങൾ തിരക്കി അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എന്താണ്, എന്തുകൊണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹം ഇന്നലെ പുറത്തിറങ്ങിയില്ല എന്നൊരു കാര്യം കോടതിയിൽ അറിയിക്കണം. മുതിർന്ന അഭിഭാഷകർ ഹാജരാകേണ്ടതില്ല. പകരം അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ച് അദ്ദേഹത്തിന്റെ കാര്യം ഇപ്പോൾ ഉള്ള അഭിഭാഷകർ നേരിട്ട് കോടതിയിൽ അറിയിച്ചാൽ മതി എന്നൊരു കാര്യം കോടതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ കോടതി പ്രോസിക്യൂട്ടർക്കും ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതായത് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം എന്തെങ്കിലും കമന്റുകൾ നടത്തിയിട്ടുണ്ടോ, ഈ കാര്യത്തിൽ ജയിലിലുള്ള ഐക്യദാർഢ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിശദീകരണം കൃത്യമായി തന്നെ കോടതിയിൽ നൽകാൻ പ്രോസിക്യൂട്ടറോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ നിയമത്തിന് അതീതനാണ് അദ്ദേഹം എന്ന് കോടതിക്ക് അങ്ങനെ ആലോചിക്കാൻ കഴിയില്ല. അദ്ദേഹം നിയമത്തിന് വിധേയപ്പെടണമെന്നുൾപ്പെടെയുള്ള വിമർശനം കോടതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ കോടതി പറയുകയാണ്, അദ്ദേഹം എന്തും വില കൊടുത്ത് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യം പറയുന്നുണ്ട്. എന്തായാലും പലതവണ അഭിഭാഷകൻ കോടതിയിൽ മാപ്പ് അപേക്ഷിച്ചിട്ടും കോടതി അതൊന്നും ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അങ്ങനെയാണ് നീങ്ങുന്നതെങ്കിൽ ജയിൽ അദ്ദേഹം ആസ്വദിക്കട്ടെ എന്നൊരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട്.